ഹലോ കുട്ടീസ്, ഒരു ബീഫ് റോസ്റ്റ് ആയാലോ? നാടൻ. അതിലേക്ക് ആവശ്യം വേണ്ടത് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ക്രഷ് ചെയ്തത്, വേപ്പില, പിന്നെ ചീനമുളക്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പെരുംജീരകം ഒരു 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഇത് 1 കിലോ ബീഫാണ് അതിലേക്ക് എടുത്തിരിക്കുന്നത്. ഈ 1 കിലോ ബീഫ് നമുക്ക് ആദ്യം ഒന്ന് എല്ലാം കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. നമ്മൾ പൗഡറുകളെല്ലാം അതിലേക്ക് ആഡ് ചെയ്തു. ക്രഷ്ഡ് പെപ്പറും ഒരു 1/2 ടീസ്പൂണോളം പെപ്പറും ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പും ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ബീഫ് മാരിനേറ്റ് ചെയ്യുക. നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ബീഫിലെല്ലായിടത്തും മിക്സ് ആവുന്ന വരെ നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ അത് മിക്സ് ചെയ്യുക. നന്നായിട്ട് എല്ലാ ഭാഗത്തും ബീഫിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കണം. കുറച്ച് നേരം നമ്മളതിൽ നന്നായിട്ടതിനെ ആ ബീഫിൻ്റെ പീസിലേക്ക് ആവുന്ന നേരം നമ്മൾ കൈ കൊണ്ട് തന്നെ അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം, ഈ ഗ്ലാസിൻ്റെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുള്ളത്, മുഴുവനും നമ്മളതിലേക്ക് ഒഴിച്ചിട്ടില്ല. ഇനി അതിലേക്ക് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഒന്ന് പോസായിപ്പോയി. 4 വിസിലാണ് എടുത്തിരിക്കുന്നത്. 4 വിസിലെടുത്തു. ചുവന്നുള്ളി എല്ലാം ചതച്ച് വെച്ചു. ഇപ്പോൾ എടുത്ത തക്കാളിയുടെ 1/4 ഭാഗം തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചു, ചീനമുളക് ചതച്ചു. നമ്മൾ പൗഡറുകളെല്ലാതും വീണ്ടും ഇതേപോലെ തന്നെ ഇതേ അളവിൽ തന്നെ എടുത്തിരിക്കുന്നത്. ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, പെരുംജീരകം 1/4 ടീസ്പൂണ്, ഗരം മസാല ഒരു 1/2 ടീസ്പൂണ്. ഇനി നമുക്ക് ചീനച്ചട്ടി വെച്ച് ചീനച്ചട്ടി നന്നായി ചൂടായതിന് ശേഷം മാത്രമേ വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടുള്ളൂ. നന്നായി ചൂടായി. ഇനി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമ്മൾ ചേർത്തു. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാന്ന് വെച്ചാൽ ആദ്യം ചുവന്നുള്ളിയാണ് ചേർക്കണമെങ്കിൽ ചുവന്നുള്ളി അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുമ്പോൾ അതിങ്ങനെ ചീനച്ചട്ടി എല്ലായിടത്തും പറ്റി പിടിച്ചിരിക്കും. അതിന് പകരമാണ് നമ്മൾ ആദ്യം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചുവന്നുള്ളി ചേർത്ത് വഴട്ടുമ്പോൾ അതിൻ്റെ അടി പിടിക്കില്ല. നമുക്ക് നല്ല ചീനച്ചട്ടി അതേപോലെ തന്നെ നമുക്കത് കിട്ടും. ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് നോക്കാം. ചുവന്നുള്ളിയും കൂടി ചതച്ച് വെച്ച ചുവന്നുള്ളി 35 ടു 40 ചുവന്നുള്ളി വരെയാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഗോൾഡൻ കളർ ആകുന്ന വരെ ഞാൻ നന്നായിട്ട് വഴറ്റി. അതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്തു. ഒരു 1/4 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്തു. ഒന്നും കൂടി വഴറ്റി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം പൊടികളെല്ലാം ചേർത്തു. എല്ലാ പൊടികളും ചേർത്തു. ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പെരുംജീരകം, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഹോം മെയ്ഡ് ഗരം മസാലയാണ്, അതും കൂടി ചേർത്തു. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി. ഇനി നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലായി. ഇപ്പോൾ ആ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം അതിലെല്ലാം പേസ്റ്റ് രൂപത്തിലായതിന് ശേഷമാണ് തക്കാളിയും കൂടി ഇട്ട് പേസ്റ്റ് രൂപത്തിലായി. ഇത് നമ്മൾ 4 വിസിലാണ് എടുത്തത്. ബീഫ് നോക്കി നന്നായിട്ട് വെന്തിരിക്കണം. ആദ്യത്തെ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ബാക്കിയെല്ലാം സിമ്മിലിട്ടതിന് ശേഷമാണ് നമ്മൾ വിസിലെടുത്തത്. അപ്പോൾ ആദ്യത്തെ ഹൈ ഫ്ലെയിമിലിട്ട് വിസിൽ വന്നതിന് ശേഷം പിന്നെ സിമ്മിലാക്കി വെച്ചു. ഇത് നന്നായി കുക്കാവാൻ വേണ്ടിയിട്ട്, നന്നായി കുക്കായ ബീഫ് നമുക്കതിലിട്ട് ഇനി മസാലയെല്ലാം എന്താ പറയുക, ബീഫിൻ്റെ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി ഒന്ന് നന്നായി ഇളക്കിയെടുത്തു. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. അങ്ങനെ ആ 1/2 ഗ്ലാസ് വെള്ളത്തിന് ശേഷം ബീഫ് ചെരിഞ്ഞപ്പോൾ അതിൽ കുറച്ച് മസാല ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ അതിൽ ചേർത്ത് വിട്ടു. അത് ഇത്രയും വെള്ളം മതി. സെമി ഗ്രേവിയാണ്. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ മതി. ബീഫ് ഈ റോസ്റ്റ് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചപ്പാത്തിയിലേക്കും പൊറോട്ടയിലേക്കും ചോറിലേക്കും കപ്പയിലേക്കൊക്കെ അടിപൊളിയായിരിക്കും. നമ്മളിനി ലാസ്റ്റ് ഒരു ഇതാണ് നമ്മൾ താളിക്കുക എന്നുള്ളത്. അത് ശരിക്കും എല്ലാറ്റിലും ഒരു ഹൈലൈറ്റ്. ആ താളിക്കുമ്പോൾ ശരിക്കും നല്ലൊരു ഫ്ലേവറും മണവും ഒക്കെ വരും ബീഫിലേക്ക്. പെരുംജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഞാൻ ചെറിയ ഉള്ളിയാണ് ഇടുന്നത്. ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റി. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടി കീറിയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണമായിരിക്കുമായിരുന്നു ബീഫിലേക്ക്. പക്ഷേ പച്ചമുളക് എൻ്റെ കയ്യിലില്ല. ഞാൻ ചീനമുളകാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ചീനമുളക് ഞാൻ അതിലിട്ടില്ല. പച്ചമുളക് ഇടുമ്പോഴുള്ള ആ ഒരു ഇതെല്ലാവില്ലല്ലോ. ചീനമുളക് ഞാൻ ഇട്ടില്ല. അത് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായി വഴറ്റി. ഗോൾഡൻ കളർ ആയി തുടങ്ങിയിരിക്കുന്നു. ഇനി നമുക്കത് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ താളിച്ച ഇത് നമ്മൾ ബീഫിലേക്ക് ആഡ് ചെയ്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തു. ബീഫെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി. എന്താ അപാര മണവും സൂപ്പർ ടേസ്റ്റുമാണ്.
ഇതല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.